ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നല്ലൊരു ദിവസമായിട്ട് കരയരുത്. ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ. എന്റെ മോനെ ജയിൽ പുള്ളിയുടെ വേഷത്തിൽ കാണാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. നെഞ്ചുപൊട്ടി ചത്തുപോവും ഞാൻ. നീ തന്നെ കൊണ്ടുപോയി കൊടുത്താ മതി. അത് വേണ്ട സുമേ. അല്ല, നിന്റെ ഭാര്യ വിദ്യ എവിടടാ? കൊറേ ദിവസമായല്ലോ അവളെ കാണാതായിട്ട്. അപ്പച്ചിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയല്ലേ വിദ്യ? എന്തേ അവളെ കാണാതായിട്ട് അപ്പച്ചിക്ക് ഊണ് ഉറക്കമില്ലേ? ഏതെങ്കിലും വിധത്തിൽ എന്നെ ഇവിടുന്ന് ചാടിക്കാൻ ചിലരൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. കൂടും കുടുക്കെ എടുത്ത് വാരിക്കെട്ടി പോകാൻ തുടങ്ങിയവരെ അല്ലടാ നീ വാരി പുണർന്ന് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇന്നൊരു ദിവസമെങ്കിലും ഈ കുത്തുവാക്കൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് മിണ്ടാതിരുന്നൂടെ? അമ്മേ, വീട്ടിലൊന്ന് പോണം. അച്ഛനെ അമ്മയൊന്ന് കണ്ടിട്ട് വരാം. വർഷമില്ലാത്തോണ്ട് വീട്ടില് ഒരാഘോഷമില്ല. ഭർത്താവ് ജയിലിലായിട്ട് ഉളുപ്പവും ഇല്ല, സങ്കടവും ഇല്ല. അവള് വലതുകാലം വെച്ച് കേറിയതും പാവം ജഗൻ ജയിലുമായി. ചില ജന്മദോഷമുള്ള ജാതകക്കാരികൾ കാലുകുത്തിയ ഇത് തന്നെ അവസ്ഥ. അത് അപ്പച്ചി പറഞ്ഞത് നേരാ. ചില ഗുളിക നിക്കണ നേരത്ത് ചിലര് വലത് കാല് വെച്ച് കയറും. അതോടുകൂടി തോം തെരുകിടുതോം. എന്തത്ര വൈകിയത്? ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുത്തതുമില്ല. ആകെ ടെൻഷനായി പോയി. എന്തിനാടി ടെൻഷൻ? നീ ഇവിടെ ഒറ്റയ്ക്കാണോ? നിനക്ക് കൂട്ടിരിക്കാനും വിശേഷം പറയാനും ഈ അമ്മൂല്ലേ? എന്നാലും ഫോൺ എടുക്കാത്ത എന്താ? എടി, പർച്ചേസ് നടക്കുമ്പോഴാണ് നിന്റെ വിളി. ഫോൺ എടുക്കാൻ അവിടെ ഒരു സാവകാശം കിട്ടണ്ടേ? സാധാരണ ശ്യാം കൂടെ വരുന്നതല്ലേ. ഈ വർഷം അവനവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു ഉഷാറുമില്ല. ശ്യാം ഒപ്പം ഇല്ലെങ്കിലും നമുക്കൊരു അതിഥി കൂടി ഉണ്ടല്ലോ, അമ്മു. പക്ഷേ അമ്മുവിനെ ഞങ്ങള് വെറും വീട്ടുജോലിക്കാരിയായിട്ടല്ല കാണുന്നേ, സ്വന്തം കുടുംബാംഗമായിട്ടാ. അല്ലേ സംഗീതേ? ആ സംഗീതേ, നിന്റെ കൈ കൊണ്ട് തന്നെ അങ്ങ് കൊടുത്തേക്ക്. മോളെ, മോളെ, എന്തിനാ മോളെ നീ കരയുന്ന? സന്തോഷം കൊണ്ടാ. ഒരു നിമിഷം അച്ഛനെ അമ്മയെ ഓർത്തുപോയി. ഒരുപാട് നന്ദിയുണ്ട്. അച്ഛനും അമ്മയും തരുന്നത് പോലെ തന്നെയാ മോളെ ഞങ്ങളും തരുന്നത്. മാത്രമല്ല, എന്റെ ഭർത്താവിന് പുനർജന്മം തന്നതിലുള്ള നന്ദിയും കടപ്പാടും എന്നും എന്റെ ഹൃദയത്തിലുണ്ടാവും. നല്ലൊരു ദിവസമായിട്ട് കരയരുത്. ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ. സ്നേഹം കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും ഓണക്കാലം ഓർമ്മ
അപ്പം ഇടുന്നവർക്ക് അച്ചപ്പം. ദാ എടുത്തോ. ആ, ഇനി വർഷം വന്ദനച്ച എടുത്തോ. എന്തിനാ വർഷാന്റി മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്? അയ്യോ മോളെ, വർഷാന്റി അല്ല മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്. അത് മനസ്സിലായി, പറഞ്ഞപ്പോ തെറ്റിയതാ. എന്തിനാ ചവിട്ടി താഴ്ത്തിയത്? അത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാ. നല്ല കാര്യങ്ങൾ ചെയ്താ ചവിട്ടി താഴ്ത്തൂ. അതൊക്കെ അച്ഛമ്മ പിന്നെ പറഞ്ഞുതരും. ഒരുപാട് ജോലിയുണ്ട് കിച്ചണില്. സദ്യ വെക്കണ്ടേ? ആഹാ, പൂക്കളൊക്കെ കൊള്ളാലോ. ദിയമോളാണോ പൂക്കളം ഇട്ടത്? ഞാനാ. ദിയമോള് വാ, ഒരു കാര്യം പറയട്ടെ. എന്താ സുചിത്ര ആന്റി? വാ പറയാം. വാ. ഇരിക്ക്. ഇതെന്റെ പൊന്നു മോൾക്ക് എന്റെ വകയായിട്ടൊരു ഓണക്കോടി. താങ്ക് യു. കണ്ണടച്ചേ. ഇപ്പൊ എങ്ങനെയാ? ദിയമോള് സുന്ദരിയായിട്ടുണ്ടോ? പിന്നെ എന്റെ ദിയമോള് സുന്ദരിയല്ലേ? മാനത്തെ കൊട്ടാ